നമസ്കാരം STV ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. വ്യവസായ മേഖലയിൽ കേരളം ആഗോള ഹൈടെക് ഹബ്ബായി മാറുമെന്ന് മന്ത്രി പി രാജീവ്. പാലക്കാട് പുതുക്കോട് പട്ടോലയിൽ 12 ഏക്കർ സ്ഥലത്ത് ആരംഭിക്കുന്ന ഇൻഡസ്ട്രിയൽ സോണിന്റെ ശിലാഫലകം അനാച്ഛാദനം ചെയ്തു. ഇൻഡസ്ട്രിയൽ സ്മാർട്ട് സിറ്റി പദ്ധതികൾ വലിയൊരു ഇക്കോസിസ്റ്റത്തെ രൂപപ്പെടുത്തുന്നവ കൂടിയാണെന്നും മന്ത്രി. പോക്കുപടിയിലെ ഓങ്ങല്ലൂർ വല്ലപ്പുഴ സമഗ്ര കുടിവെള്ള പദ്ധതിയുടെ ജലശുദ്ധീകരണശാലയിൽ വൻ കവർച്ച. 30 ലക്ഷത്തോളം രൂപയുടെ സാധന സാമഗ്രികൾ കവർന്നു. അമൃത എക്സ്പ്രസിൽ യാത്രക്കാരിയുടെ 9 പവൻ സ്വർണം കവർന്ന കേസിലെ പ്രതി പാലക്കാട്ട് പിടിയിൽ. കുന്നംകുളം കാണിയാമ്പലിൽ ബൈക്ക് ഇലക്ട്രിക് പോസ്റ്റിൽ ഇടിച്ചുമറിഞ്ഞ് 2 യുവാക്കൾക്ക് ദാരുണാന്ത്യം. അപകടത്തിൽപ്പെട്ടത് കാവിലക്കാട് സ്വദേശികൾ. തിരുവത്ര അത്താണിയിൽ ശബരിമല തീർത്ഥാടകർ സഞ്ചരിച്ചിരുന്ന വാഹനമിടിച്ച ബൈക്ക് യാത്രികൻ മരിച്ചു. വാർത്തകൾ വിശദമായി. വ്യവസായ മേഖലയിൽ കേരളം ആഗോള ഹബ്ബായി മാറുമെന്ന് മന്ത്രി പി രാജീവ്. പുതുക്കോട് പട്ടോലയിൽ 12 ഏക്കർ സ്ഥലത്ത് ആരംഭിക്കുന്ന സ്വകാര്യ വ്യവസായ സോണിന്റെ ശിലാഫലകം അനാച്ഛാദനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. വ്യവസായ സൗഹൃദത്തിൽ തുടർച്ചയായി 2ാം തവണയും 1ാം സ്ഥാനം നിലനിർത്തി കേരളം രാജ്യത്തിന് മാതൃകയാണെന്ന് മന്ത്രി പി രാജീവ് പറഞ്ഞു. എല്ലാ മേഖലകളിലും പുതിയ സംരംഭങ്ങൾ ഉണ്ടാകുന്നത് സംസ്ഥാനത്തിൻ്റെ സാമ്പത്തിക ഭൂപടത്തിൽ മാറ്റം വരുത്തും. ഇൻഡസ്ട്രിയൽ സ്മാർട്ട് സിറ്റി പദ്ധതികൾ വെറുമൊരു വ്യവസായ കേന്ദ്രം എന്നതിൽ ഉപരി വലിയൊരു ഇക്കോസിസ്റ്റത്തെ രൂപപ്പെടുത്തും. അടുത്ത 15 വർഷത്തിനുള്ളിൽ ലോകത്തിലെ പ്രധാന ഹൈടെക് കേന്ദ്രമായി കേരളം മാറുമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. നമ്മളിപ്പോൾ 40 വ്യവസായ പാർക്കുകൾക്കാണ് കേരളത്തിൽ അനുമതി നൽകിയിട്ടുള്ളത്. ഈ ഗവൺമെന്റ് എടുത്ത സുപ്രധാന തീരുമാനങ്ങളിലൊന്നാണ് സ്വകാര്യ വ്യവസായ പാർക്ക് മാനദണ്ഡങ്ങൾ പരിഷ്കരിക്കുക. യഥാർത്ഥത്തിൽ സ്വകാര്യ വ്യവസായ പാർക്ക് എന്റെയോ ഈ ഗവൺമെന്റിന്റെയോ ഒരു കാഴ്ചപ്പാടല്ല, കഴിഞ്ഞ ഗവൺമെന്റിന്റെയാണ്. 2016 ഗവൺമെന്റിൻ്റെതാണ്. 100 കോടി രൂപയോളം വരുന്ന നിക്ഷേപവും 1000-ലധികം പേർക്ക് തൊഴിലവസരങ്ങളും ലഭ്യമാക്കുന്ന തരത്തിലാണ് വ്യവസായ പാർക്ക് ആരംഭിക്കുന്നത്. പി സുമോദ് MLA അധ്യക്ഷത വഹിച്ചു. പുതുക്കോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ഉദയൻ, വാർഡ് മെമ്പർ വി രാജേഷ്, വ്യവസായ വാണിജ്യ വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി APM മുഹമ്മദ് ഹനീഷ്, സംസ്ഥാന ചെറുകിട വ്യവസായ അസോസിയേഷൻ പ്രസിഡന്റ് A നിസാറുദ്ദീൻ, ജനീവ ഇൻഡസ്ട്രിയൽ സോൺ മാനേജിംഗ് പാർട്ണർ മിഥുൻ മിലാഷ്, മുജീബ് റഹ്മാൻ, ജോസ്വിൻ പോൾ, MA മുഹമ്മദ് കുഞ്ഞ് മുച്ചത്ത് എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. പോക്കുപടിയിലുള്ള ഓങ്ങല്ലൂർ വല്ലപ്പുഴ സമഗ്ര കുടിവെള്ള പദ്ധതിയുടെ ജലശുദ്ധീകരണശാലയിൽ മോഷണം. 30 ലക്ഷത്തോളം രൂപയുടെ സാധന സാമഗ്രികൾ മോഷണം പോയതായി അധികൃതർ പറഞ്ഞു. പട്ടാമ്പി പോലീസ് അന്വേഷണം ആരംഭിച്ചു. ഓങ്ങല്ലൂർ വല്ലപ്പുഴ പഞ്ചായത്തുകൾക്ക് വേണ്ടിയുള്ള കുടിവെള്ള പദ്ധതിയുടെ കമ്മീഷൻ ചെയ്യുവാൻ പ്രവർത്തന സജ്ജമായ ഓങ്ങല്ലൂർ പോക്കുപടിയിലുള്ള പ്രാഥമികാരോഗ്യ കേന്ദ്രം സമീപത്തുള്ള 10 MLD ശുദ്ധീകരണശാലയിലാണ് സാമൂഹ്യവിരുദ്ധരുടെ അഴിഞ്ഞാട്ടം ഉണ്ടായിരിക്കുന്നത്. മോട്ടോറുകൾ, മീറ്ററുകൾ ഉൾപ്പെടെയുള്ളവ മോഷ്ടിച്ചിട്ടുണ്ട്. ഇതോടൊപ്പം പല സാധന സാമഗ്രികളും മോഷ്ടാക്കൾ നശിപ്പിച്ചിട്ടുണ്ട്. ഏകദേശം 30 ലക്ഷത്തോളം രൂപയുടെ നാശനഷ്ടമാണ് കണക്കാക്കുന്നതെന്ന് വാട്ടർ അതോറിറ്റി എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അറിയിച്ചു. 2024 സാമൂഹ്യവിരുദ്ധരുടെ അഴിഞ്ഞാട്ടം ഇവിടെ ഉണ്ടായിരുന്നു. അന്ന് ജലശുദ്ധീകരണശാലയുടെ ഗേറ്റും ജനലുകളും തകർത്തിരുന്നു. ഇതിനു പിന്നാലെയാണ് ഇപ്പോൾ വീണ്ടും ഇവിടെ മോഷണം നടന്നിരിക്കുന്നത്. പട്ടാമ്പി പോലീസിൽ പരാതി നൽകി. മോഷണവുമായി ബന്ധപ്പെട്ട് പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ന്യൂസ് സെന്റർ, ഷൊർണൂർ. ചൊവ്വന്നൂരിൽ ലഹരി മാഫിയ ആക്രമണം. ചൊവ്വന്നൂരിൽ സമുദ്രനഗറിൽ രാത്രി 11 മണിയോടെയാണ് ലഹരി മാഫിയ സംഘത്തിന്റെ ആക്രമണം ഉണ്ടായത്. സമുദ്രനഗറിലെ ആളൊഴിഞ്ഞ പറമ്പ് കേന്ദ്രീകരിച്ച് അപരിചിതരായ യുവാക്കൾ ലഹരി ഉപയോഗിക്കുന്നതും വിപണനം നടത്തുന്നതും പതിവായിരുന്നു. സമീപത്തെ യുവാവ് ഇതിനെ ചോദ്യം ചെയ്തിരുന്നു. ഇതേ തുടർന്നാണ് കഴിഞ്ഞ രാത്രി ലഹരി മാഫിയ പ്രദേശത്ത് ആക്രമണം നടത്തിയത്. ചീരൻ വീട്ടിൽ മിനിയുടെ വീടിന്റെ ജനൽ ചില്ലുകൾ 4-അംഗ സംഘം തകർത്തു. കുടുംബത്തിനെതിരെ കൊലവിളി നടത്തിയ സംഘം പുലർച്ചെ 3 മണിയോടെ വീണ്ടും എത്തി. ലഹരി ഉപയോഗവും വിപണനവും നടത്തുന്നത് മിനിയുടെ മകൻ മിഥുൻ ഇന്നലെ വൈകിട്ട് ചോദ്യം ചെയ്തിരുന്നു. ഇതിന്റെ പ്രതികാരമായാണ് രാത്രി 2 ബൈക്കുകളിലെത്തിയ 4-അംഗ സംഘം കത്തി ഉൾപ്പെടെയുള്ള മാരകായുധങ്ങളുമായി വീടിന് നേരെ ആക്രമണം നടത്തിയത്. ന്യൂസ് ബ്യൂറോ, തൃശൂർ. അമൃത എക്സ്പ്രസിലെ യാത്രക്കാരിയുടെ 9 പവൻ സ്വർണം കവർന്ന കേസിൽ പ്രതി പിടിയിലായി. പാലക്കാട്ടെ ലോഡ്ജിൽ നിന്നാണ് RPFും റെയിൽവേ പോലീസും ചേർന്ന് പ്രതി പത്തനംതിട്ട അടൂർ പള്ളിക്കര മലമേക്കൽ വിഷ്ണുവിനെ അറസ്റ്റ് ചെയ്തത്. കഴിഞ്ഞ മാസം 4-ാം തീയതിയാണ് കേസിനാസ്പദമായ സംഭവം.
മധുരയിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് പോവുകയായിരുന്ന തിരുവള്ളൂർ സ്വദേശിനി പത്മയുടെ ആഭരണമാണ് കവർന്നത്. തമിഴ്നാട് മന്ത്രിയുടെ ബന്ധു കൂടിയായ പത്മ മോഷണവിവരം അറിഞ്ഞതിനെ തുടർന്ന് പൊള്ളാച്ചി പോലീസിൽ പരാതി നൽകിയിരുന്നു. CCTV ഉൾപ്പെടെ പരിശോധിച്ചാണ് പ്രതിയെ തിരിച്ചറിഞ്ഞത്. പ്രതി വിഷ്ണു താമസിച്ച ലോഡ്ജിൽ നിന്നും ആഭരണത്തിന് പുറമെ ലാപ്ടോപ്പ്, 3 മൊബൈൽ ഫോൺ എന്നിവയും കണ്ടെടുത്തു. ഇവ മോഷ്ടിച്ചവയാണെന്നും ട്രെയിനുകളിലെ സ്ഥിരം മോഷ്ടാവായ വിഷ്ണു നേരത്തെ ജയിൽ ശിക്ഷ അനുഭവിച്ചിട്ടുണ്ടെന്നും പോലീസ് പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. കുന്നംകുളം കാണിയാമ്പലിൽ ബൈക്ക് ഇലക്ട്രിക് പോസ്റ്റിലിടിച്ച് 2 യുവാക്കൾ മരിച്ചു. കാവിലക്കാട് സ്വദേശികളാണ് അപകടത്തിൽപ്പെട്ടത്. കുന്നംകുളം കാണിയാമ്പലിൽ പുലർച്ചെ 2 മണിക്കാണ് ബൈക്ക് അപകടമുണ്ടായത്. കാവിലക്കാട് സ്വദേശികളായ കൂളിയാട്ടിൽ പ്രണവ് 26 വയസ്സ്, മമ്പറമ്പിൽ ജിഷ്ണു 27 വയസ്സ് എന്നിവരാണ് മരിച്ചത്. കാണിപ്പയ്യൂരിൽ നിന്ന് ചായ കുടിച്ച് ബൈക്കിൽ വരികയായിരുന്നു ഇരുവരും. കാണിയാമ്പൽ പനങ്ങായി ഇറക്കത്തിൽ വെച്ച് ബൈക്ക് നിയന്ത്രണം വിട്ട് ഇലക്ട്രിക് പോസ്റ്റിൽ ഇടിച്ചു മറിഞ്ഞാണ് അപകടമുണ്ടായത്. ഇവർക്കൊപ്പം മറ്റൊരു ബൈക്കിലുണ്ടായിരുന്നവർ പുറകിൽ ഇവരെ കാണാത്തതിനെ തുടർന്ന് തിരിച്ചെത്തി നോക്കിയപ്പോഴാണ് അപകടം അറിഞ്ഞത്. ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ന്യൂസ് ബ്യൂറോ, തൃശൂർ. ചാവക്കാട് തിരുവത്ര അത്താണിയിൽ ശബരിമല തീർത്ഥാടകർ സഞ്ചരിച്ചിരുന്ന വാഹനമിടിച്ച് ബൈക്ക് യാത്രികൻ മരിച്ചു. മണത്തല കുന്നത്തുവീട്ടിൽ 44 വയസ്സുള്ള ഒലീദാണ് മരിച്ചത്. ദേശീയപാതയിലെ അത്താണി പാലത്തിൽ ഇന്ന് പുലർച്ചെയാണ് അപകടം. ഇടിച്ച വാഹനം നിർത്താതെ പോയി. ഇടക്കഴിയൂർ കെൻസ് ആംബുലൻസ് പ്രവർത്തകർ ഒലീദിനെ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. മരം മുറിക്കാൻ കയറിയ തൊഴിലാളിയെ സഹായിക്കാൻ കയറിയ മരക്കച്ചവടക്കാരൻ മരത്തിൽ നിന്നും വീണു മരിച്ചു. മാത്തൂർ ബംഗ്ലാവ് സ്കൂളിന് സമീപം കുറുപ്പത്ത് കളം ഖാദർ ആമിന ദമ്പതികളുടെ മകൻ 51 വയസ്സുള്ള നസീറാണ് മരിച്ചത്. മരത്തിൽ കയറിയ നസീർ കാൽ വഴുതി വീഴുകയായിരുന്നു. ആശുപത്രിയിലെത്തി ചികിത്സയിലിരിക്കെയാണ് മരിച്ചത്. ഭാര്യ ഷെറീന, മക്കൾ അൻസാർ, അൻസൽ, ആദിൽ. കാരക്കാട് സുബ്രഹ്മണ്യ ക്ഷേത്രത്തിന് സമീപം ജനവാസ മേഖലയിലെ പുൽക്കാടിനെ തീപിടിച്ചത് പരിഭ്രാന്തി പരത്തി. വലിയതൊടി ആനന്ദിന്റെ വീടിന് സമീപത്തെ പറമ്പിലെ പുൽക്കാടിനാണ് കഴിഞ്ഞ രാത്രി തീപിടിച്ചത്. സമീപത്തെ വീടുകളിലേക്ക് തീ പടരും മുമ്പ് ഷൊർണൂർ ഫയർഫോഴ്സ് എത്തി തീയണച്ചു. DCC പ്രസിഡന്റ് A. തങ്കപ്പനെതിരെ പാലക്കാട്ട് അധിക്ഷേപ പോസ്റ്റർ. സ്വന്തം ഭാര്യ പോലും വോട്ട് ചെയ്യാത്ത തങ്കപ്പനെ പാലക്കാടിന് വേണ്ട. പാർട്ടി ഓഫീസിന് വാങ്ങിയ സ്ഥലം മറച്ചുവിട്ട തങ്കപ്പനെ പുറത്താക്കുക തുടങ്ങിയ അധിക്ഷേപങ്ങളാണ് പോസ്റ്ററിൽ. A. തങ്കപ്പനെ പാലക്കാട് നിയമസഭാ മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയാക്കണമെന്ന ആവശ്യം ജില്ലാ കോൺഗ്രസ് നേതൃത്വം കഴിഞ്ഞ ദിവസം മുന്നോട്ട് വച്ചിരുന്നു. ഇതിനു പിറകെ DCC പ്രസിഡന്റിനെതിരെ വ്യാപകമായ സൈബർ അധിക്ഷേപം നടന്നു. ഇതിൻ്റെ തുടർച്ചയായാണ് പോസ്റ്റർ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത്. സൈബർ ആക്രമണത്തിൻ്റെ തുടർച്ചയാണ് അധിക്ഷേപ പോസ്റ്ററുകളെന്ന് പേര് വെളിപ്പെടുത്താൻ ആഗ്രഹിക്കാത്ത ഒരു DCC അംഗം പ്രതികരിച്ചു. സ്വന്തം കുടുംബത്തെയല്ലാതെ ആരുടെയെങ്കിലും കുടുംബത്തെ നോക്കുന്നവരെയാണോ സ്ഥാനാർത്ഥിയായി പരിഗണിക്കേണ്ടത് എന്നും അത് പറഞ്ഞ് പോസ്റ്റർ ഒട്ടിക്കാൻ നിർവാഹമില്ലാത്തതുകൊണ്ട് ചെയ്യുന്നില്ല എന്നും അദ്ദേഹം ചിരിച്ചു പ്രതികരിച്ചു. ആരാർക്ക് വോട്ട് ചെയ്യണമെന്ന് തീരുമാനിക്കേണ്ടത് വ്യക്തി സ്വാതന്ത്ര്യമാണെന്നും ഭാര്യയായതുകൊണ്ട് ഭർത്താവിന് വോട്ട് ചെയ്യണമെന്ന് ആർക്കും നിർബന്ധിക്കാനാവില്ലെന്നും പോസ്റ്ററിലെ പരാമർശങ്ങൾ ചൂണ്ടിക്കാണിച്ച് DCC അംഗം പ്രതികരിച്ചു. സ്വന്തം ഭാര്യ പോലും വോട്ട് ചെയ്യാത്ത തങ്കപ്പനെ പാലക്കാടിന് വേണ്ട, പാർട്ടി ഓഫീസിന് വാങ്ങിയ സ്ഥലം മറച്ചുവിറ്റ തങ്കപ്പനെ പുറത്താക്കുക തുടങ്ങിയ അധിക്ഷേപങ്ങളാണ് പോസ്റ്ററുകളിലുള്ളത്. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. എരുമപ്പെട്ടി തിപ്പല്ലൂർ മാഞ്ഞാർ പാടത്ത് കാട്ടുപന്നികൾ നെൽകൃഷി നശിപ്പിക്കുന്നത് പതിവാകുന്നു. പന്നികളെ വെടിവെക്കുന്നതിന് ഷൂട്ടറുടെ സേവനം കൃത്യമായി നൽകാൻ പഞ്ചായത്ത് നടപടി സ്വീകരിക്കണമെന്ന് കർഷകർ ആവശ്യപ്പെട്ടു. എരുമപ്പെട്ടി കൃഷിഭവന് കീഴിലുള്ള മാഞ്ഞാർ പാടത്ത് 77 ഏക്കർ വിസ്തൃതിയിലാണ് നെൽകൃഷിയുള്ളത്. ഇതിൽ പല ദിവസങ്ങളിലായി നെൽവയലുകളിലെ 1.5 ഏക്കറോളം സ്ഥലത്തെ നെൽകൃഷി കാട്ടുപന്നികൾ നശിപ്പിച്ചു. രാപ്പകൽ വ്യത്യാസമില്ലാതെ കൂട്ടത്തോടെ വയലിൽ ഇറങ്ങുന്ന പന്നികൾ നെൽച്ചെടികൾ കുത്തിമറിക്കുകയും വരമ്പുകൾ നശിപ്പിക്കുകയും ചെയ്യുന്നത് പതിവായിരിക്കുകയാണ്. ഇവിടെ ഇപ്പോൾ സ്റ്റാർട്ടിങ് മുതലേ പന്നിയുടെ ശല്യം ഭയങ്കര രൂക്ഷമാണ്. ഇപ്പോൾ 1 മാസം കൊണ്ട് ചെയ്യണം കൊയ്യണമെങ്കിൽ. ഇതുവരെയ്ക്കും പഞ്ചായത്തിൽ ഞങ്ങൾ അപേക്ഷിച്ച് ഷൂട്ടർ ഏർപ്പാടാക്കിയെങ്കിലും അത് കാര്യം ഉണ്ടായില്ല. ഒരുപാട് കൃഷിയാണ് ഡെയിലി വന്നിട്ട് കുത്തി നാശാക്കുന്നത്. രാത്രി 12 വരെ ഞങ്ങളിവിടെ കാവലിരിക്കുന്നുണ്ട്, എന്നിട്ടും കാര്യമൊന്നുമില്ല. പകലും ഇറങ്ങുന്നുണ്ട്. ഇപ്പോൾ ഇന്നലെയും പകൽ വന്നു, ഇന്നലെ രാത്രി വന്നിട്ട് ഒരുപാട് കുത്തി നാശാക്കിയിട്ടുണ്ട്. സർക്കാരിന് സഹകാരമൊന്നും ഇതിനായിട്ടൊന്നും ഇല്ല, കിട്ടിയിട്ടില്ല. കിട്ടാനായിട്ട് അറിവില്ല. ഇവിടെ മൊത്തം 77 ഏക്കറുണ്ട്. രണ്ട് ഭാഗത്തായിട്ട് 77 ഏക്കർ ഉണ്ട്. ആ സൈഡും ഈ 2 ഭാഗത്തും ഒരേപോലെ തന്നെ കേടുപാടുകളൊക്കെ. അർദ്ധരാത്രിയിലും പുലർച്ചെയും കർഷകർ കാവലിരുന്ന് പാട്ടകൊട്ടിയും പടക്കം പൊട്ടിച്ചും
പന്നികളെ തുരത്താൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും പ്രായോഗികമാകുന്നില്ല. വെടിവെക്കാൻ ഷൂട്ടറെ ലഭിക്കാൻ എരുമപ്പെട്ടി പഞ്ചായത്തിലും കൃഷിഭവനിലും അപേക്ഷ നൽകിയിട്ടുണ്ടെങ്കിലും സേവനം കൃത്യമായി ലഭിക്കുന്നില്ല എന്ന പരാതിയും കർഷകർക്കുണ്ട്. കൃഷിനാശം സംഭവിച്ച കർഷകർക്ക് ധനസഹായം നൽകാൻ സർക്കാർ തയ്യാറാകണമെന്നും അല്ലാത്തപക്ഷം കൃഷി ഉപേക്ഷിക്കേണ്ട സാഹചര്യമാണെന്നും കർഷകർ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, തൃശൂർ. തൃശൂരിൽ പെർമിറ്റില്ലാതെ സർവീസ് നടത്തിയിരുന്ന സ്വകാര്യ ബസ്സിനെതിരെ നടപടി. തൃശൂർ ഗുരുവായൂർ റൂട്ടിൽ പുലർച്ചെയും രാത്രിയും മാത്രം സർവീസ് നടത്തിയിരുന്ന ബസ്സാണ് മോട്ടോർ വാഹന വകുപ്പ് പിടികൂടിയത്. പുലർച്ചെ തൃശൂർ നഗരത്തിലെത്തിയപ്പോഴാണ് ബസ് പിടികൂടിയത്. ജീവനക്കാർ മദ്യപാനത്തിന് പണം കണ്ടെത്താനാണ് ജീവനക്കാർ രാത്രി രഹസ്യ സർവീസ് നടത്തിയിരുന്നതെന്ന് അധികൃതർ പറഞ്ഞു. 10,000 രൂപ ബസ്സിന് പിഴയിട്ടു. ഫിറ്റ്നസ് റദ്ദാക്കിയതായും മോട്ടോർ വാഹന വകുപ്പ് അറിയിച്ചു. പ്രായം വെറും അക്കങ്ങൾ മാത്രമാണെന്ന് തെളിയിച്ചിരിക്കുകയാണ് തൃശൂരിലെ ഒരു കൂട്ടം അമ്മമാർ. 60 വയസ്സിലേറെ പ്രായമുള്ള 10 അമ്മമാരുടെ ഭരതനാട്യം അരങ്ങേറ്റമാണ് പ്രായത്തിൻ്റെ പരിമിതികളെ നിഷ്പ്രഭമാക്കിയത്. തൃശൂർ കുട്ടനെല്ലൂർ ഹിൽ ഗാർഡൻസ് റെസിഡൻസ് അസോസിയേഷനിലെ ധൈര്യവും സമർപ്പണവും കൈമുതലായുള്ള 10 അമ്മമാരാണ് ഭരതനാട്യമെന്ന ആഗ്രഹം നിറവേറ്റിയത്. 3 വർഷത്തെ പഠനത്തിന് ഒടുവിൽ കഴിഞ്ഞ ദിവസം നടന്ന അരങ്ങേറ്റം അക്ഷരാർത്ഥത്തിൽ അമ്മമാരുടെ സ്വപ്ന സാക്ഷാത്കാരമായിരുന്നു. അരങ്ങേറ്റ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യാൻ അവരുടെ ഭർത്താക്കന്മാർ എത്തിയതോടെ ഉദ്ഘാടന ചടങ്ങും വേറിട്ടതായി. 3 വർഷങ്ങൾക്ക് മുമ്പ് റെസിഡൻസ് അസോസിയേഷനിൽ നടന്ന ഒരു പരിപാടിയിൽ തിരുവാതിരക്കളിക്കായാണ് അമ്മമാർ ആദ്യമായി ഒത്തുചേർന്നത്. തിരുവാതിരക്കളി അത്ര കണ്ട് നന്നാവാത്തതോടെ റെസിഡൻസ് അസോസിയേഷനിലെ താമസക്കാരി കൂടിയായ RLV സൗമ്യ സുജിത്താണ് ഡാൻസ് പഠിപ്പിക്കാം എന്ന ആശയം മുന്നോട്ട് വച്ചത്. ഇവിടെ ഞാൻ ആദ്യമായിട്ടൊരു പ്രോഗ്രാം, ഇവർക്കൊരു തിരുവാതിരയാണ് ആദ്യമായിട്ട് ഇവിടെ സെറ്റ് ചെയ്യാൻ വന്നത്. അപ്പോൾ ഇവർക്ക് തിരുവാതിര കളിക്കുമ്പോൾ അത്ര അങ്ങോട്ട് ഭംഗിയിൽ കാണുന്നില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങൾ ഡാൻസ് പഠിക്കുകയാണെങ്കിൽ നന്നായിരിക്കും, നിങ്ങളൊന്ന് പഠിച്ചു നോക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ അവരെല്ലാവരും പറയണ പോലെ സാധാരണയായിട്ട് ഇങ്ങനെ തന്നെ പറഞ്ഞു, ഞങ്ങൾ വയസ്സായവരല്ലേ, ഞങ്ങൾക്ക് കാലുവേദനയാണ്, മുട്ടുവേദനയാണ്, ഞങ്ങൾക്ക് കളിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്, അതൊന്നും ഈ പ്രായത്തിൽ നടക്കില്ല എന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഒന്ന് ചെയ്ത് നോക്ക്, പറ്റുമെന്ന് നോക്ക്, ചെയ്ത് നോക്കാണ്ട് എങ്ങനെയാണ് നിങ്ങൾ ഇത്രയും പെട്ടെന്ന് ഇത് പറ്റില്ല എന്ന് പറയണേന്ന് പറഞ്ഞപ്പോൾ അവർ ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ പതുക്കെയാണ് ഞങ്ങൾ ആ കൊറോണ കഴിഞ്ഞിട്ടുള്ള സമയത്താണ് അത് സ്റ്റാർട്ട് ചെയ്തത്. പിന്നീട് ഇങ്ങനെ ചെയ്തു വന്നപ്പോൾ അവർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. പ്രായവും അവശതകളും വിലങ്ങുതടിയാകുമോ എന്ന ആശങ്ക അമ്മമാർക്കുണ്ടായിരുന്നെങ്കിലും ടീച്ചർ സൗമ്യ നൽകിയ പിന്തുണ ഒന്നുകൊണ്ട് മാത്രമാണ് തങ്ങൾക്ക് അരങ്ങേറ്റം വരെ എത്താൻ കഴിഞ്ഞതെന്ന് ഇവർ സാക്ഷ്യപ്പെടുത്തുന്നു. ഡാൻസിന് ഭയങ്കര പാഷൻ ഉണ്ടായിരുന്ന കുറച്ച് പേരെ കൂട്ടി അങ്ങനെ നോക്കുമ്പോഴാണ് ഞങ്ങൾക്കൊരു ടീച്ചറെ കിട്ടിയത്, സൗമ്യ ടീച്ചറെ. ഞങ്ങളെല്ലാവരും എബവ് 60 ആണ്. അപ്പം ഞങ്ങൾക്ക് പഠിപ്പിക്കാൻ കിട്ടിയ ടീച്ചർ വളരെ ക്ഷമയും സ്നേഹവും വളരെ പറഞ്ഞ് ഞങ്ങളെ പഠിപ്പിക്കുന്ന ഒരു ടീച്ചറായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഭരതനാട്യത്തിലേക്ക് കാലെടുത്ത് വെക്കുകയാണ്. കഴിഞ്ഞ് അടവുകൾ പഠിച്ചു. അപ്പോൾ ഏകദേശം ഒരു 3 വർഷം ആവാറായി ഞങ്ങൾ ഇത് പഠിച്ചു തുടങ്ങിയിട്ട്. മക്കളും പേരക്കുട്ടികളും റെസിഡൻസ് അസോസിയേഷനിലെ താമസക്കാരും പ്രോത്സാഹനവുമായി എത്തിയതോടെ സദസ്സും പ്രൗഢഗംഭീരമായിരുന്നു. ന്യൂസ് ബ്യൂറോ, തൃശൂർ. ആധാറിന് ഇനി മലയാളി മുഖം. ചാലക്കുടി സ്വദേശി രൂപകൽപ്പന ചെയ്ത മുദ്ര ഇനി ആധാർ മാസ്കോട്ടിലൂടെ നാടറിയും. ചാലക്കുടി തൈവളപ്പിൽ അരുൺ ഗോകുലാണ് ആധാർ അതോറിറ്റിക്കായി ഭാഗ്യ ചിഹ്നം രൂപകൽപ്പന ചെയ്യാനുള്ള മത്സരത്തിൽ 1ാം സ്ഥാനത്ത് എത്തിയത്. ഇനി അരുൺ ഡിസൈൻ ചെയ്ത ഭാഗ്യചിഹ്നമായിരിക്കും ആധാറുമായി ബന്ധപ്പെട്ട പരസ്യങ്ങളിലും അറിയിപ്പുകളിലും ഉപയോഗിക്കുക. ഇന്നലെ തിരുവനന്തപുരത്ത് നടന്ന ചടങ്ങിൽ UIDAI ചെയർമാൻ നീലകണ്ഠ് മിശ്ര ഭാഗ്യചിഹ്നം അനാവരണം ചെയ്തു.
വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള 875 എൻട്രികളിൽ നിന്നാണ് അരുണിൻ്റെ ഡിസൈൻ തിരഞ്ഞെടുത്തത്. UIDAI എന്ന വാക്കുമായി ചേർന്നു വരുന്ന ഉദയ് എന്നാണ് ഭാഗ്യചിഹ്നത്തിന് പേരിട്ടിരിക്കുന്നത്. അപ്പം ഞാൻ ജസ്റ്റ് നോക്കിയപ്പോൾ ഒരു സ്മൈലിംഗ് ഫേസ് വേണമെന്ന് കണ്ടിരുന്നു. പിന്നെ ചെറിയ കുട്ടികൾ തുടങ്ങി വളരെ പ്രായമായവർക്ക് വരെ സ്ട്രൈക്ക് ആവണമെന്നുണ്ടായിരുന്നു. അപ്പം അങ്ങനെ നോക്കിയപ്പോൾ പെട്ടെന്നൊരു ഡിസൈൻ ഇനിയൊരു കുറച്ച് മണിക്കൂറുകൾ കൂടി ഉള്ളത് അതിന് ആ സൈറ്റിൽ ലോക്കാവുന്ന കണ്ടത്. പക്ഷെ അതിനുശേഷം ഒരു എക്സ്റ്റൻഷൻ നടത്തിയത് നമുക്ക് അന്നറിയില്ലായിരുന്നു. അപ്പോൾ വളരെ പെട്ടെന്ന് ചെയ്തൊരു ഡിസൈൻ വളരെ സിമ്പിളായി. അപ്പോൾ ഒരു പ്രൈസോ കാര്യങ്ങളോ ഞാൻ അതിൽ ഒട്ടും എക്സെപ്റ്റ് ചെയ്തിരുന്നില്ല എന്ന് തന്നെ സത്യമായിട്ടും തുറന്നു പറയാം. കിട്ടിയപ്പോൾ വളരെയധികം സന്തോഷം. എല്ലാവർക്കും ഫാമിലിയും ഫ്രണ്ട്സ് എല്ലാവർക്കും സന്തോഷമായി. ദൈവത്തിനോട് ഞാൻ നന്ദി പറയുന്നു. എറണാകുളത്തുള്ള ലോജിസ്റ്റിക്സ് സ്ഥാപനത്തിൽ ഡെപ്യൂട്ടി ഓപ്പറേഷൻസ് മാനേജറാണ് ചാലക്കുടി തൈവളപ്പിൽ അരുൺ ഗോകുൽ. രാജ്യത്താകെ ഓൺലൈനിലൂടെ മത്സരാടിസ്ഥാനത്തിലായിരുന്നു എൻട്രികൾ ക്ഷണിച്ചത്. കഴിഞ്ഞ ഒക്ടോബർ 30-നാണ് ഏതാനും മണിക്കൂറുകളുടെ പ്രയത്നത്തിൽ അരുൺ ഗോകുൽ എംബ്ലം തയ്യാറാക്കിയതും അയച്ചതും. ന്യൂസ് ബ്യൂറോ, തൃശൂർ. മങ്കര കല്ലൂർ കരടിമലക്കുന്ന് തത്തുമസി ഭജന സംഘത്തിന്റെ നേതൃത്വത്തിൽ ഒരു മാസക്കാലമായി നടന്നു വന്നിരുന്ന പരിപാടികൾക്ക് സമാപനമായി. സമാപനത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ച ഗുരുസംഗമം സ്വാമി പ്രഭാകരാനന്ദ സ്വാമി ഉദ്ഘാടനം ചെയ്തു. തുടർന്ന് അയ്യപ്പ ഭക്തർക്ക് സന്ദേശം നൽകി. പ്രഭാഷകൻ ദിവൈ കേരളശ്ശേരി മുഖ്യപ്രഭാഷണം നടത്തി. ഗുരുസ്വാമി രമേശ് കേരളശ്ശേരി അധ്യക്ഷത വഹിച്ചു. ഗുരുസ്വാമി ബാലൻ പൂജകൾക്ക് നേതൃത്വം നൽകി. സ്നേഹത്തോടെയും വാത്സല്യത്തോടെയും ബഹുമാനത്തോടുകൂടിയും ആദരവോടുകൂടിയും ജീവിക്കുക എന്നതാണ് അയ്യപ്പ ധർമ്മത്തിന്റെ അടിസ്ഥാനം. അയ്യപ്പന് ഈ കലിയുഗത്തിൽ കലിയുഗ വരദനേ എന്ന പേരുണ്ട്. അത് മറ്റൊരു കടവുകളിലും മറ്റൊരു ദൈവങ്ങൾക്കും ഇല്ല. കാരണം ഭഗവാൻ അയ്യപ്പനാണ് ധർമ്മത്തെ സംരക്ഷിക്കുന്നത്. ചടങ്ങിൽ സ്വാമി പ്രഭാകരാനന്ദ സ്വാമിയെ ശബരിമല അയ്യപ്പ സേവാ സംഘം സമിതി അംഗം കെ രമേശ് ഉപഹാരം നൽകി ആദരിച്ചു. KU ബാലകൃഷ്ണൻ, K സന്തോഷ്, KK വിനീഷ്, ശ്യാം പ്രസാദ്, ശരത്, ശിവശങ്കരൻ, KK മണികണ്ഠൻ എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. 65-അംഗ സംഘമാണ് തത്വമസി ഭജന സംഘത്തിന്റെ നേതൃത്വത്തിൽ ശബരിമലയ്ക്ക് യാത്രയായത്. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. പ്രമുഖ പരിസ്ഥിതി ശാസ്ത്രജ്ഞൻ മാധവ് ഗാഡ്ഗിലിന്റെ സ്മരണാർത്ഥം ഇറാം ഹോൾഡിംഗ്സ് ചെയർമാൻ ഡോക്ടർ സിദ്ദിഖ് അഹമ്മദിന്റെ സഹകരണത്തോടെ 83 ഓർമ്മമരങ്ങൾ നട്ടുപിടിപ്പിക്കുന്നതിന് കോട്ടായിൽ തുടക്കമായി. കഴിഞ്ഞ ദിവസം തന്റെ 83-ാം വയസ്സിലാണ് മാധവ് ഗാഡ്ഗിൽ ലോകത്തോട് വിട പറഞ്ഞത്. വൃക്ഷത്തൈകൾ നടുന്നതിന് കരീം പറളി, കല്ലൂർ ബാലന്റെ സഹോദരൻ രവി, പരിസ്ഥിതി പ്രവർത്തകനായ ഷംസുദ്ദീൻ ബാങ്കുർശി, KK റഹ്മാൻ, ഷംസുദ്ദീൻ ഓടന്നൂർ, സലാം മേപ്പറമ്പ്, അബ്ദുൾ റഹിമാൻ എന്നിവർ നേതൃത്വം നൽകി. 10 ലക്ഷം വൃക്ഷത്തൈകൾ നട്ടുപിടിപ്പിക്കുന്നതിന്റെ ഭാഗമായാണ് മാധവ് ഗാഡ്ഗിൽ ഓർമ്മമരം നട്ടതെന്ന് സംഘാടകർ പറഞ്ഞു. പ്രകൃതി, പ്രത്യേകിച്ച് വനമേഖല ചൂഷണം ചെയ്യപ്പെടാൻ പാടില്ല, വനമേഖല സ്വകാര്യ മേഖലയ്ക്ക് കൊടുക്കാൻ പാടില്ല എന്നൊക്കെ നിർദ്ദേശങ്ങൾ അതിലുണ്ട്. ഒരുപാട് നിർദ്ദേശങ്ങളുണ്ട്. മുഴുവൻ നിർദ്ദേശങ്ങളും ഇവിടെ വിശദീകരിക്കാൻ പറ്റില്ല. എന്നിരുന്നാലും നമുക്കറിയാം വനമേഖല കാർഷികേതര ആവശ്യങ്ങൾക്ക് വേണ്ടി, പ്രത്യേകിച്ച് കേരളത്തിൽ 1957 കാലഘട്ടത്തിലാണ് 25,000 ഏക്കറോളം ഭൂമി വനമേഖല കാർഷിക മേഖലയ്ക്ക് KM മാണി വനമന്ത്രിയായിരിക്കുന്ന സമയത്ത് തിരിച്ചുവിട്ടതും. അതുപോലെ KE ഇസ്മയിലിൻ്റെ കാലഘട്ടത്തിൽ 8,000 ഏക്കർ ഭൂമിയാണ് വനമേഖല കാർഷിക മേഖലയ്ക്ക് കൊടുത്തത്. ന്യൂസ് ബ്യൂറോ, കോട്ടായി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. വ്യവസായ മേഖലയിൽ കേരളം ആഗോള ഹൈടെക് ഹബ്ബായി മാറുമെന്ന് മന്ത്രി P രാജീവ്. പാലക്കാട് പുതുക്കോട് പട്ടോലയിൽ 12 ഏക്കർ സ്ഥലത്ത് ആരംഭിക്കുന്ന ഇൻഡസ്ട്രിയൽ സോണിന്റെ ശിലാഫലകം അനാച്ഛാദനം ചെയ്തു. ഇൻഡസ്ട്രിയൽ സ്മാർട്ട് സിറ്റി പദ്ധതികൾ വലിയൊരു ഇക്കോസിസ്റ്റത്തെ രൂപപ്പെടുത്തുന്നവ കൂടിയാണെന്നും മന്ത്രി. പോക്കുപടിയിലെ ഓങ്ങല്ലൂർ വല്ലപ്പുഴ സമഗ്ര കുടിവെള്ള പദ്ധതിയുടെ ജലശുദ്ധീകരണശാലയിൽ വൻ കവർച്ച. 30 ലക്ഷത്തോളം രൂപയുടെ സാധന സാമഗ്രികൾ കവർന്നു. അമൃത എക്സ്പ്രസിൽ യാത്രക്കാരിയുടെ 9 പവൻ സ്വർണം കവർന്ന കേസിലെ പ്രതി പാലക്കാട്ട് പിടിയിൽ. കുന്നംകുളം കാണിയാമ്പലിൽ ബൈക്ക് ഇലക്ട്രിക് പോസ്റ്റിൽ ഇടിച്ചുമറിഞ്ഞ് 2 യുവാക്കൾക്ക് ദാരുണാന്ത്യം. അപകടത്തിൽപ്പെട്ടത് കാവിലക്കാട് സ്വദേശികൾ. തിരുവത്ര അത്താണിയിൽ ശബരിമല തീർത്ഥാടകർ സഞ്ചരിച്ചിരുന്ന വാഹനമിടിച്ച ബൈക്ക് യാത്രികൻ മരിച്ചു. ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിക്കുന്നു. നമസ്കാരം.